നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 19, 2026 തിങ്കൾ. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെഷനിൽ വീണ്ടും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. കൂടാതെ 25,600 എന്ന അതിശക്തമായ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് താഴെയായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 60,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലുള്ള ഗ്രിപ്പും നഷ്ടമായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നിഫ്റ്റിയിലും സെൻസെക്സിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഇന്ന് ലഭ്യമായപ്പോൾ ബാങ്ക് നിഫ്റ്റിയില് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. മാർക്കറ്റ് ഓപ്പൺ ആയി 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിക്ക് 25,600 എന്ന സ്ട്രോങ് സപ്പോർട്ട് ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് ഉച്ചതിരിഞ്ഞ് 2:10 കൂടി 25,600 എന്ന ലെവൽ വീണ്ടും തിരിച്ചുപിടിക്കുവാൻ നിഫ്റ്റിക്ക് സാധിച്ചെങ്കിലും അത് നിലനിർത്തുവാനുമായില്ല. കൂടാതെ ഒരാഴ്ചയ്ക്ക് ശേഷം 25,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ വീണ്ടും നിഫ്റ്റിക്കും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടും വന്നു. അവസാനമായി കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയുമുണ്ടായത്. എങ്കിലും 25,494 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ഹൈയും. തൽഫലമായി ഇന്ന് 108 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,585 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 324 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് ഏതാനും ട്രേഡിംഗ് സെഷനിലെ തുടർച്ചയായ നേട്ടത്തിന് ശേഷം 203 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 783 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2,123 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. വിപ്രോ, ഇറ്റേണൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, മാക്സ് ഹെൽത്ത് കെയർ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ടെക് മഹേന്ദ്ര, കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, HUL, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടവും കൈവരിക്കുവാനായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ FMCG, ഓട്ടോ സെക്ടറുകളെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മേഖലകൾക്കും ഇന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 2% ഇടിവും നേരിടേണ്ടി വന്നു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 0.5% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിന് 1% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് വെള്ളിയാഴ്ച 2 മാസങ്ങൾക്ക് ശേഷം സിംഗിൾ ഡേയിലെ ഏറ്റവും വലിയ ഇടിവ് നേരിടേണ്ടി വന്നു. മാത്രമല്ല അതിന്റെ ഒരു തുടർച്ച ഇന്നും ദൃശ്യമായി. എങ്കിലും ഇന്നൊരു ഘട്ടത്തില് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും പിന്നീട് ദുർബലമാകേണ്ടി വന്നതിനെ തുടർന്ന് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 5 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.91 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. സ്ട്രോങ് ആയിട്ടുള്ള ക്വാർട്ടർ 3 ഏർണിംഗ്സ് വന്നതിനെ തുടർന്ന് പോളിക്യാപ് സ്റ്റോക്കില് തുടർച്ചയായി 6 ട്രേഡിംഗ് സെഷനിലെ നഷ്ടത്തിന് ശേഷം ഇന്ന് 4% നേട്ടം കൈവരിക്കുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചു. കൂടാതെ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ അല്പം മുൻപ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് ഇയർ ഓൺ ഇയർ ബേസിസില് 46.5% ഉയർച്ച റിപ്പോർട്ട് ചെയ്തുകൊണ്ട് 3,879 കോടി രൂപയായി ഉയരുകയുമുണ്ടായി. ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡിലുള്ള ബാക്കി വരുന്ന 15% സ്റ്റേക്ക് കോൾ ഇന്ത്യ വരുന്ന 6 മാസം കൊണ്ട് വിറ്റഴിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. കൂടാതെ MRPL അഥവാ മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഇന്ന് നൽകിയ റിപ്പോർട്ട് പ്രകാരം റഷ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയെന്നും മാത്രമല്ല വെനിസ്വേലയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതിക്ക് കമ്പനി നടപടി തുടങ്ങിയെന്നുമുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിൽ ഇൻട്രാഡേ ബേസിസിൽ 5% ഇടിവും ദൃശ്യമായി. കഴിഞ്ഞ ബുധനാഴ്ച പുറത്തുവിട്ട കമ്പനിയുടെ ക്വാർട്ടർ 3 ഏർണിംഗ്സിൽ നെറ്റ് പ്രോഫിറ്റിൽ 5.5 മടങ്ങ് വർധനവ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ 9% ഉയർച്ചയും സ്റ്റോക്കിൽ അനുഭവപ്പെടുകയും ഉണ്ടായിരുന്നു. ആ നേട്ടത്തിന്റെ പകുതിയിലേറെ ഭാഗം ഇന്ന് ചോർന്നു പോവുകയും ഉണ്ടായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു US പ്രസിഡന്റ് തീരുമാനപ്രകാരം ഗ്രീൻലാൻഡിനെ US ഏറ്റെടുക്കുന്നതിനെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ വന്നിരുന്നു. ഇതിനെ തുടർന്ന് US പ്രസിഡന്റ് ഭാഗത്തു നിന്നും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ 10% അഡീഷണൽ താരിഫ്
പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന് പ്രകാരം യുഎസിൽ നിന്നും പുതിയ പ്രഖ്യാപനം വരികയുണ്ടായി. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്സ്, ഫിൻലാൻഡ്, ബ്രിട്ടൻ തുടങ്ങി 8 യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിൽ വരുന്ന ഫെബ്രുവരി 1 മുതൽ 10% അഡീഷണൽ താരിഫ് പ്രാബല്യത്തിൽ വരുമെന്നും മാത്രമല്ല യുഎസ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തിയായില്ലെങ്കിൽ 10% എന്ന അഡീഷണൽ താരിഫ് 25%ത്തിലേക്ക് വരുന്ന ജൂൺ 1 മുതൽ വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു. ഇതിനെ തുടർന്ന് ഇന്ന് യൂറോപ്യൻ മാർക്കറ്റ്സുകളും കൂടാതെ ഏഷ്യൻ മാർക്കറ്റ്സിൽ ഭൂരിഭാഗം മാർക്കറ്റുകൾക്കും നഷ്ടത്തിലേക്ക് നയിക്കുവാനിടയാക്കി. തൽഫലമായി ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെട്ട വീക്ക്നെസ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെയും ഇന്ന് ദുർബലപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായത്. നിലവിലെ യുഎസിലെ വൈറ്റ് ഹൌസ് നാഷണൽ ഇക്കണോമിക്സ് കൗൺസിലിന്റെ ഡയറക്ടറായ കെവിൻ ഹസറ്റ് അടുത്ത ഫെഡ് ചെയർമാനായിട്ട് വരുമെന്നുള്ള അഭിമുഖങ്ങൾ മാർക്കറ്റിൽ പരക്കുന്നുണ്ടായിരുന്നു. മാർക്കറ്റും നിക്ഷേപകരും ഈ ഒരു അനുമാനത്തിലേക്കാണ് ഭൂരിഭാഗം പേരും എത്തിച്ചേരുകയും ഉണ്ടായത്. എന്നാൽ ഈ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ഭാഗത്ത് നിന്നും അദ്ദേഹം തൽസ്ഥാനത്ത് തന്നെ തുടരും, ഫെഡ് ചെയർമാനായിട്ട് വരികയില്ലെന്നുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് അത് യുഎസ് മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ നിരാശയിലേക്ക് തള്ളിവിടുകയുണ്ടായി. കാരണം യുഎസ് മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ഒരേപോലെ തന്നെ നോക്കിക്കണ്ടിരുന്നത് ഇദ്ദേഹം ഫെഡ് ചെയർമാന്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ 2026 വർഷത്തില് അഗ്രസീവായിട്ടുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മാർക്കറ്റും നിക്ഷേപകരും. ഇതിനൊരു വിഘാതമായി ട്രംപിന്റെ പ്രസ്താവന വന്നതോടുകൂടി തന്നെ അത് ഗ്ലോബൽ മാർക്കറ്റിനെ സാരമായ രീതിയിൽ ബാധിച്ചതും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ഉണ്ടായി. ഇന്ന് ഇന്ത്യ വിക്സില് 5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. മാത്രമല്ല ക്ലോസിംഗ് ബേസിസിലും 3.96% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 11.82 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ മോശമായി തന്നെ ബാധിച്ചു. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും തുടർച്ചയായിട്ട് സെല്ലിംഗ് നടത്തുക മാത്രമല്ല സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് അവസാന ട്രേഡിംഗ് സെഷനായ വെള്ളിയാഴ്ചയും കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഈ മാസം ആകെ ഒരു ട്രേഡിംഗ് സെഷനിൽ, അതായത് 2-ാം തീയതി ഒഴിച്ച് ബാക്കി എല്ലാ ട്രേഡിംഗ് സെഷനിലും അവർ സെല്ലിംഗ് നിരുപാധികം തുടരുന്നതും നമ്മുടെ മാർക്കറ്റിനെ ഇന്നും ദുർബലപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചു. ക്വാർട്ടർ 2 ഏർണിംഗ്സുകൾ ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും പുതുപ്രതീക്ഷകൾ നൽകിയെങ്കിൽ ക്വാർട്ടർ 3 റിസൾട്ടുകൾ ആരംഭിച്ചതു മുതൽ ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും നിരാശയിലേക്ക് തള്ളിവിടുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ട് സാധിക്കുക. കാരണം വീക്കായിട്ടുള്ള ക്വാർട്ടർ 3 ഏർണിംഗ്സ് ആണ് പല പ്രമുഖ കമ്പനികളും പുറത്തുവിടുകയും ഉണ്ടായത്. മാത്രമല്ല ഈ വീക്കെൻഡില് വിപ്രോയുടെ ക്വാർട്ടർ 3 ഏർണിംഗ്സ് വീക്കായി വന്നതിനെ തുടർന്ന് ഇന്ന് പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു വിപ്രോ ADRന് 7%-ലേറെ നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നത്. എങ്കിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റില് വിപ്രോയ്ക്ക് 10%-നടുത്താണ് സിംഗിൾ ഡേയില് ഇന്ത്യയിലെ 4ാമത്തെ ലാർജസ്റ്റ് IT സ്റ്റോക്കായ വിപ്രോയ്ക്ക് നേരിടേണ്ടതായിട്ടും വന്നത്. തൽഫലമായി ഇന്നത് ഇന്ത്യൻ IT സെക്ടറിനെ തന്നെ നഷ്ടത്തിലേക്ക് നയിക്കുവാനും പ്രധാന പങ്ക് വഹിച്ചു. കൂടാതെ ICICI ബാങ്കിന്റെ ക്വാർട്ടർ 3 ഏർണിംഗ്സും കഴിഞ്ഞ വീക്കെൻഡിൽ വന്നതിനെ തുടർന്ന് മാർക്കറ്റ് എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഫലമായിട്ട് ഹെവി വെയിറ്റ് സ്റ്റോക്കായ ICICI ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 3%-ലേറെ ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടതും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ഉണ്ടായി. കൂടാതെ ഇന്നും അമേരിക്കൻ ഡോളറിനെതിരെ വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് ഇടിവ് നേരിട്ടുകൊണ്ട് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയുടെ തൊട്ടടുത്തായിട്ട് ഇന്ത്യൻ രൂപ വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊണ്ടതും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ഉണ്ടായി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 376 പോയിന്റുകളുടെ അഥവാ 0.25% നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%-നടുത്തും ജർമ്മൻ മാർക്കറ്റ് 1%-നടുത്തും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് 1.5%-നടുത്ത് നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1%-നടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.25%-നടുത്തും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $63.53 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.88 പെർ ബാരൽ എന്ന നിലയിലേക്കുമായിട്ട് എത്തിച്ചേർന്നു. ഗോൾഡിൽ ഉയർച്ച തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു, ഏകദേശം 1.5%-ന് മുകളിൽ. തൽഫലമായി $468.26 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല,
ഭാരത് കോക്കിംഗ് കോൾ ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 96% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഈസി മൈ ട്രിപ്പ് ശ്രീ അജയ്കുമാർ ചൌഹാനെ 5 വർഷത്തേക്ക് കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് നിയമിക്കുകയുണ്ടായി. ആക്സിസ് കേഡ്സ് ടെക്നോളജീസ് പ്രതിരോധ റഡാർ സംവിധാനത്തിനായി 100 കോടി രൂപയുടെ കരാർ കമ്പനി നേടിയെടുത്തു. ടിപ്സ് മ്യൂസിക്സ് 5 രൂപ per ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡന്റ് കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. യൂണിവാസ്തു ഇന്ത്യ ഗുജറാത്ത് സ്പോർട്സ് അതോറിറ്റിയിലെ മൃത്ത പൂൾസിൽ നിന്ന് 9 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. യുണൈറ്റഡ് ബ്യൂവറീസ് ഹൈദരാബാദിലെ നാചരം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഏകദേശം 80.8 കോടി രൂപയ്ക്ക് 8 ഏക്കർ വ്യാവസായിക ഭൂമി കമ്പനി വിറ്റു. ഇന്ന് 2026 ജനുവരി 19 ബോർഡ് അംഗീകാരത്തിന് ശേഷം വിൽപ്പന കരാർ നടപ്പിലാക്കുകയും ചെയ്തു. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് സൗദി അറേബ്യയിൽ TCS പുതിയ അനുബന്ധ സ്ഥാപനം ആരംഭിക്കുകയുണ്ടായി. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് നാമകരണം ചെയ്യുകയുമുണ്ടായത്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.